വാഗമണിൽ നിന്ന് നമ്മൾ നേരെ ഇല്ലിക്കക്കല്ലാണ് പോകുന്നത് കേട്ടോ. ഇല്ലിക്കക്കല്ല് ഒരുമാതിരിപ്പെട്ട എല്ലാവരും പോകാറൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. എന്നാലും നമ്മൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ വാഗമണിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു 3-3:30 ആയ സമയം. എന്നാലും അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇരുട്ടുന്നതിന് മുമ്പേ നമുക്ക് എത്താൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. വൈകുന്നേരമായി തുടങ്ങിയതുകൊണ്ട് തന്നെ ഒരുമാതിരി വെയിലൊക്കെ കുറഞ്ഞ് ഇപ്പം അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയുള്ളൂ. അങ്ങനെ മലയും കുന്നും കാടും ഒക്കെ കയറി നമ്മൾ ഏകദേശം ഇല്ലിക്കക്കല്ലിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു പാസ്സൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും കയറ്റി വിടത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവരുടെ ജീപ്പുണ്ട്, ജീപ്പിലാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നത്. അങ്ങനെ ജീപ്പിൽ ഒരു ഏകദേശം മുകളിലെത്തുന്ന ഒരു സൈഡ് വരെ കൊണ്ടുപോയി അവരെത്തിക്കും. പിന്നെ നമ്മളവിടെ കുറച്ച് ദൂരം നടന്ന് വേണം മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല കിടിലൻ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു സെറ്റപ്പിൽ നല്ല മേഘത്തിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന നല്ല യെല്ലോ കളറാണോ റെഡ് കളറാണോ എന്നറിയാൻ പറ്റാത്തൊരു സെറ്റപ്പിലൊക്കെ നിൽക്കുന്നത് കേട്ടോ. അത് കണ്ട് കുറച്ച് നേരം ഞാനതങ്ങ് ആസ്വദിച്ചു. അങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പം കിടിലം ആൾക്കാരൊക്കെ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി വന്നപ്പോഴാണ് ഇവിടെ നിറയെ ആൾക്കാരായിരുന്നു. താഴോട്ടായിരുന്നു ആൾക്കാർ കുറവുണ്ടായിരുന്നു. അങ്ങനെ മുകളിൽ വന്ന് നമ്മുടെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഓരോ മലനിരകളുടെയും ഷാഡോയിൽ വേറെ വേറെ മലകൾ കാണുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മലയുടെ ഷാഡോ വേറെ മലയിൽ ഇങ്ങനെ അടിച്ചു നിൽക്കും. അതേപോലെ സൂര്യനാണേലും അസ്തമിക്കാൻ പോകുന്നു, മേഘങ്ങൾക്കിടയിലേക്ക് പോകുന്നു. ഇങ്ങനെ മേഘത്തെ മുട്ടി നിൽക്കുന്ന മലനിരകൾ, അങ്ങനെയുള്ള നല്ല കിടിലം കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചകളെന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കത് വലിയ നഷ്ടമായി പോകും. താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മരങ്ങളാണോ പുല്ല് പിടിച്ച് കിടക്കുന്നതാണോ എന്തോ സംഭവം എന്നതില്ല. ഭയങ്കര നമ്മൾ നല്ല ലോങ്ങിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ അപ്പുറത്തെ മലയിലോട്ട് നോക്കിയപ്പോഴാണ് അപ്പുറത്തെ മലയുടെ മുകളിൽ ആരൊക്കെയോ അവിടെ നിൽക്കുന്നു. ഇവരെങ്ങനെ അതിൻ്റെ മുകളിൽ കയറി എന്നറിയത്തില്ല. വലിയ പ്രായമുള്ള ആൾക്കാരല്ലെന്ന് തോന്നുന്നു, പിള്ളേരെ സെറ്റാണെന്ന് തോന്നുന്നു. അവിടെ തന്നെ ഉള്ള ആൾക്കാരാണോ അതോ ടൂറിസ്റ്റുകളാണോ എന്തോ സംഭവം നടത്തില്ല. ഞാൻ കുറച്ച് നേരം ഇവരെ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. ഇവർ എങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറി എന്നതാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം വേറെ വഴികളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വലിയ പാറയുടെ കുന്നുപോലൊക്കെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അതൊക്കെ കണ്ട് എന്നാൽ നമുക്ക് തിരിച്ചിറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നിന്ന് താഴോട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ സൂര്യൻ ആ മേഘത്തിനിടയിൽ കൂടെ ഒക്കെ കയറി പുള്ളി പോവുകയാണ്. തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിലും നമ്മൾ നടന്ന് താഴെ എത്തി കേട്ടോ. നല്ല കഷ്ടപ്പാടുണ്ട് ഇതിന് മുകളിൽ കയറുക ഇറങ്ങുക എന്നൊക്കെ പറയുന്നത്. എന്നാലും നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് കാഴ്ചകളായതുകൊണ്ട് അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ജീപ്പേ കയറി. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വൈഫുമാണ്. അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തോന്നുന്നു. അവരുടെ മുഖത്തെ ആ സന്തോഷം കണ്ടു. അപ്പം ഞാനും ആ സൈഡിൽ നിന്ന് എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വരികയാണ് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ വ്ളോഗ്?